പ്രണയം ലോകത്തിലെ ഏറ്റവും മനോഹരമായ വികാരം. പക്ഷെ ചിലപ്പോൾ അതേ പ്രണയം തന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല പ്രണയകഥ വായിച്ചാൽ നമ്മൾ സന്തോഷിക്കും. പക്ഷെ ചില കഥകൾ പുസ്തകം അടച്ചിട്ട ശേഷവും കഥാപാത്രങ്ങൾ മനസ്സിൽ നിന്ന് പോകില്ല. അവരുടെ വേദന, അവരുടെ നഷ്ടം, അവരുടെ അവസാന നിമിഷങ്ങൾ നമ്മളെ ദിവസങ്ങളോളം വേട്ടയാടും. അതുകൊണ്ടാണ് ചില സാഹിത്യകൃതികൾ വെറും കഥകളല്ല, അവ എക്സ്പീരിയൻസസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ലോക സാഹിത്യത്തിലെ ഏറ്റവും ദുഃഖകരമായ പ്രണയകഥകൾ നമുക്ക് പരിചയപ്പെടാം. ഇവയിൽ ചിലത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്, ചിലത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ലാസിക്കുകൾ. എന്നാൽ എല്ലാം നമ്മളെ ഒരേ ചോദ്യം ചോദിപ്പിക്കും: ട്രൂ ലവ് ഓൾവേസ് ഹാവ് എ ഹാപ്പി എൻഡിങ്? ലെറ്റ്സ് ബിഗിൻ. റോമിയോ ആൻഡ് ജൂലിയറ്റ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയകഥ ഏതാണെന്ന് ചോദിച്ചാൽ ഒരേയൊരു ഉത്തരമുണ്ട്: റോമിയോ ആൻഡ് ജൂലിയറ്റ്. രണ്ട് കുടുംബങ്ങൾ, മൊണ്ടേഗ്യൂ ആൻഡ് ക്യാപ്പുലെറ്റ്, പരസ്പരം വെറുക്കുന്ന കുടുംബങ്ങൾ. എന്നാൽ അവരുടെ മക്കൾ റോമിയോയും ജൂലിയറ്റും ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലാകുന്നു. അവർ രഹസ്യമായി വിവാഹം കഴിക്കുന്നു. പക്ഷേ വിദ്വേഷം, അഹങ്കാരം, തെറ്റിദ്ധാരണകൾ എല്ലാം ചേർന്ന് അവരുടെ ജീവിതം തകർക്കുന്നു. ജൂലിയറ്റ് മരിച്ചുവെന്ന് തെറ്റിദ്ധരിച്ച റോമിയോ വിഷം കഴിക്കുന്നു. അല്പസമയത്തിന് ശേഷം ജൂലിയറ്റ് ഉണരുന്നു. റോമിയോ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ അവളും സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നു. രണ്ട് യുവാക്കളുടെ മരണം, രണ്ട് കുടുംബങ്ങളുടെ ശത്രുത അവസാനിപ്പിച്ച് ഷേക്സ്പിയർ നമ്മളെ പഠിപ്പിച്ചത്: ഹേറ്റ്രഡ് ഡിസ്ട്രോയ്ഡ് മോർ ലൈവ്സ് ദാൻ ലവ് എവർ ക്യാൻ. വുത്തറിംഗ് ഹൈറ്റ്സ്. ഇത് സാധാരണ ഒരു ലവ് സ്റ്റോറി അല്ല. ഇത് ഒബ്സഷൻ, റിവഞ്ച്, മാഡ്നസ് ഇവയെല്ലാം ചേർന്ന ഒരു ഇരുണ്ട പ്രണയകഥയാണ്. ഹെത്ക്ലിഫ്, ഒരു അനാഥ കുട്ടി. കാത്രീൻ, അവന്റെ ആത്മാവിന്റെ മറ്റൊരു പാതി. ഇരുവരും പരസ്പരം സ്നേഹിക്കുന്നു. പക്ഷേ കാത്രീൻ സമൂഹത്തിലെ ഉയർന്ന പദവിക്കായി മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു. അതാണ് ഹെത്ക്ലിഫിന്റെ ജീവിതം മാറ്റിമറിച്ചത്. അവന്റെ പ്രണയം വെറുപ്പായി മാറുന്നു. അവൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങുന്നു. വർഷങ്ങളോളം എല്ലാവരുടെയും ജീവിതം തകർക്കുന്നു. പക്ഷെ അവസാനം പോലും അവന്റെ മനസ്സ് കാത്രീനെ മാത്രം അന്വേഷിക്കുകയായിരുന്നു. സംടൈംസ് ലവ് ഡസൻറ്റ് ഹീൽ, ഇറ്റ് ഡിസ്ട്രോയ്സ്. അന്ന കരീനിയ, ലിയോ ടോൾസ്റ്റോയ്. റഷ്യൻ സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ ദുഃഖകരവുമായ പ്രണയകഥ. അന്ന ഒരു വിവാഹിത സ്ത്രീ. പക്ഷെ അവൾ കൗണ്ട് റോസ്കിയെ പ്രണയിക്കുന്നു. സമൂഹം അവളെ അംഗീകരിച്ചില്ല. കുടുംബം തകർന്നു. സുഹൃത്തുക്കൾ അകന്നു. സംശയങ്ങൾ, ഒറ്റപ്പെടൽ, ഡിപ്രഷൻ. അവളുടെ ജീവിതം പതിയെ തകരാൻ തുടങ്ങി. അവസാനം റെയിൽവേ ട്രാക്കിൽ അന്ന സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നു. ടോൾസ്റ്റോയ് ചോദിക്കുന്ന ചോദ്യം: ക്യാൻ സൊസൈറ്റി ഡിസ്ട്രോയ് എ പേഴ്സൺ മോർ ദാൻ ദെയർ ഓൺ മിസ്റ്റേക്സ്? ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി, എഫ് സ്കോട്ട് ഫിറ്റ്സ്ജെറാൾഡ്. ഗേ ഗാറ്റ്സ്ബി ഒരു ദരിദ്ര യുവാവ്. അവൻ ഡെയ്സിയെ പ്രണയിച്ചു. പക്ഷെ ഡെയ്സി മറ്റൊരാളെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഗാറ്റ്സ്ബി പണം സമ്പാദിച്ച് വലിയ കൊട്ടാരം പണിതു. അതിരില്ലാത്ത പാർട്ടികൾ നടത്തി. ഒരു പ്രതീക്ഷ മാത്രം: ഒരു ദിവസം ഡെയ്സി തിരികെ വരും. പക്ഷെ കാലം മാറിയിരുന്നു, മനുഷ്യരും മാറിയിരുന്നു. അവസാനം ഗാറ്റ്സ്ബി ഒറ്റക്കാണ് മരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പാർട്ടിയിൽ വന്നിരുന്നു. പക്ഷേ അവന്റെ ശവസംസ്കാരത്തിൽ ആരുമില്ല. എത്ര വലിയ വിജയം നേടിയാലും ലോസ്റ്റ് ലവ് കനോട്ട് ഓൾവേസ് ബി ബോട്ട് ബാക്ക്. എ ഫെയർവെൽ ടു ആംസ്, ഏർണസ്റ്റ് ഹെമിംഗ്വേ. യുദ്ധത്തിന്റെ നടുവിൽ ജനിച്ച പ്രണയം. ഫ്രെഡറിക് ഹെൻറി, കാത്രീൻ. രണ്ടുപേരും പരസ്പരം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ കാത്രീൻ പ്രസവ സമയത്ത് മരിക്കുന്നു. കുഞ്ഞും രക്ഷപ്പെടുന്നില്ല. ഫെഡറിക് ആശുപത്രിയിൽ നിന്ന് മഴയിലൂടെ ഒറ്റയ്ക്ക് നടക്കുന്നു. ഹെമിംഗ്വേയുടെ ഏറ്റവും ഹൃദയഭേദകമായ അവസാന വരികളിലൊന്ന്: പ്രണയം ചിലപ്പോൾ മരണത്തെ പോലും തോൽപ്പിക്കില്ല. ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ്, ജോൺ ഗ്രീൻ. ആധുനിക കാലത്തെ ഏറ്റവും പ്രശസ്തമായ ട്രാജിക് ലവ് സ്റ്റോറി. ഹേസൽ, അഗസ്റ്റസ്. രണ്ടുപേരും ക്യാൻസർ പേഷ്യൻസ്. ജീവിതം വളരെ ചെറുതാണെന്ന് അറിഞ്ഞിട്ടും അവർ ചിരിക്കുന്നു, യാത്ര ചെയ്യുന്നു, സ്വപ്നം കാണുന്നു, പ്രണയിക്കുന്നു. പക്ഷേ അഗസ്റ്റസിന്റെ രോഗം വീണ്ടും തിരിച്ചു വരുന്നു. അവൻ മരിക്കുന്നു. ഹേസലിന്റെ ജീവിതത്തിൽ ബാക്കിയാക്കുന്നത് ഓർമ്മകൾ മാത്രം. ജോൺ ഗ്രീൻ പറയുന്നത്: സം ഇൻഫിനിറ്റീസ് ആർ ബിഗർ ദാൻ അതർ ഇൻഫിനിറ്റീസ്. ചെറിയ ജീവിതം, വലിയ പ്രണയം. ലവ് സ്റ്റോറി. ഒലിവർ, ജെനി. രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ നിന്ന് വന്നവർ. എന്നാൽ അവർ പ്രണയത്തിലാകുന്നു. കുടുംബത്തിന്റെ എതിർപ്പ്, സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാം മറികടന്ന് വിവാഹ ജീവിതം തുടങ്ങി. അപ്പോഴാണ് ജെനിക്ക് ക്യാൻസർ. അവൾ പതിയെ മരണത്തിലേക്ക് പോകുന്നു. ഒലിവറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രശസ്തമായ വാചകം: ലവ് മീൻസ് നെവർ ഹാവിംഗ് ടു സേ യുവർ സോറി. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ദുഃഖകരമായ പ്രണയകഥകൾ വീണ്ടും വീണ്ടും വായിക്കുന്നത്? കാരണം ഇവ നമ്മളെ കരയിപ്പിക്കുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് പ്രണയമെന്ന വികാരത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ്. ഈ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത് സത്യമായ പ്രണയം എപ്പോഴും വിജയിക്കണമെന്നില്ല. എന്നാൽ അത് മനുഷ്യനെ മാറ്റും.
അവനെ വളർത്തും, അവനെ ഓർമ്മകളാക്കി മാറ്റും. അതുകൊണ്ടാണ് റോമിയോയും ജൂലിയറ്റും ഇന്നും ജീവിക്കുന്നത്. ഗാറ്റ്സ്ബി ഇന്നും ആ പച്ച വെളിച്ചത്തിലേക്ക് നോക്കുന്നത്. ഹെത്ക്ലിഫ് ഇന്നും കാത്രീനെ തിരിയുന്നത്. അന്ന ഇന്നും നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അവരുടെ പ്രണയം അവസാനിച്ചു, പക്ഷേ അവരുടെ കഥകൾ ഒരിക്കലും അവസാനിച്ചില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ലോക സാഹിത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.